to the spiritual world. And in this portion is recorded a conversation that happens between them in the spiritual world. ഞാൻ ആ ഉപമ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ട് ഉപമയുടെ ബാക്കി ഭാഗത്തേക്ക് വരാം. And let me explain something else and come back to this. നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. We must have a good understanding of where we would go when we die. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് മുൻപ് വരെ മരിക്കുന്ന എല്ലാവരും ഷിയോൾ എന്ന് പറയുന്ന ഹാഡീസ് അഥവാ ഷിയോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു എല്ലാവരുടെയും ആത്മാക്കൾ ചെന്ന് ചേരുന്നത്. And before the death of Jesus Christ and his resurrection, everybody that died would go into Sheol. ആത്മലോകത്തിലുള്ള ഒരു സ്ഥലമാണ് ഷിയോൾ. അത് ദുഷ്ടന്മാരായാലും നീതിമാന്മാരായാലും ആ ഷിയോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ എത്തപ്പെടുന്നു. And everybody, whether they were righteous or unrighteous, would go into this place and wait, called Sheol. ആ ഷിയോൾ എന്ന സ്ഥലത്തെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയി തിരിച്ചിരിക്കുന്നു. And in Sheol there are two compartments or two areas. അതെ, ഹാഡീസ് എന്നും ആ സ്ഥലത്തെ വിളിക്കും. ഷിയോൾ ഓർ ഹാഡീസ് എന്നുള്ള പദമാണ് രണ്ട് പദം അതിന് ഉപയോഗിക്കും. This is also used to designate that. ആ രണ്ട് ഒരു ഹാൾവേ കൊണ്ട് രണ്ടായി തിരിച്ചിരിക്കുന്ന രണ്ട് കമ്പാർട്ട്മെന്റിലേക്കാണ് നീതിമാന്മാരായ ആളുകൾ എത്തുന്ന സ്ഥലത്തെ അബ്രഹാമിന്റെ മടി എന്ന് വിളിച്ചിരുന്നു, മറ്റേ ഭാഗത്തെ ഷിയോൾ എന്നും വിളിച്ചിരുന്നു. And so both the righteous and the unrighteous would go into this place, and the righteous people would go into the bosom of Abraham, and that the others would go into what was called as Sheol. മരിക്കുന്ന വിശുദ്ധന്മാരുടെ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് മുൻപ് വരെ മരിച്ചു പോകുന്ന എല്ലാ വിശുദ്ധന്മാരും അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ആ പർദീസ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് എത്തുന്നത്. അത് ഷിയോൾ എന്ന മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ദുഷ്ടന്മാരുടെ ആത്മാക്കൾ അടുത്ത കമ്പാർട്ട്മെന്റിൽ അവിടെ ഒരു മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ അളവിലുള്ള ഒരു യാതനാ സ്ഥലമായി അതിനെ നമുക്ക് അറിയുവാൻ കഴിയും. And so Sheol is a complete name for this place, which has two compartments, and the bosom of Abraham is where the righteous would go, and the unrighteous would go into another place, which was a place of torment. ഇവിടെ ലാസറും ധനവാനായ ലാസറിന്റെ ആത്മാവ് അബ്രഹാം പിതാവിനോട് സംസാരിക്കുന്നതായിട്ട് യേശുക്രിസ്തുവോട് ഉപമയിൽ പറയുന്നുണ്ട്. And in this parable, we hear how Jesus is talking about a conversation with Abraham. അവിടെ ലാസർ പറയുന്നു, ധനികൻ പറയുന്നു, ധനികന്റെ ആത്മാവ് പറയുന്നു, ലാസറിന്റെ വിരലിന്റെ ആഗ്രഹത്തിൽ ഒരു തുള്ളി വെള്ളം തൊട്ട് എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമെന്ന് പറയുന്നു. And the spirit of the rich man says, would you please allow Lazarus to use his finger and dip into water and let me quench my thirst. കൂടാതെ ഒരാളെ അയച്ച് ഭൂമിയിൽ ജീവിക്കുന്നവരോട് ഞാൻ ഈ വന്ന സ്ഥലത്ത് വരാതിരിക്കാൻ എന്റെ സഹോദരങ്ങളായ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടി അങ്ങോട്ട് അയക്കണമെന്ന് ഒരു റിക്വസ്റ്റ് കൂടെ അവിടെ ധനവാൻ വെക്കുന്നതായിട്ട് നമുക്ക് കാണും. The rich man also placed a request to say, would you please send someone so that my other folks that live there will not come to this place of torment. അതിൽ നിന്ന് വ്യക്തമാണ് ഈ ധനവാനായ മനുഷ്യന് തിരിച്ചു ഭൂമിയിൽ പോയി ഈ വിവരം പറയുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്, ആരെങ്കിലും അയച്ച് അല്ലെങ്കിൽ ലാസറിനെ ഒന്ന് അയച്ച് അവരെ ഒന്ന് കാര്യങ്ങളൊന്ന് ഉണർത്തണമേ എന്ന് പറയുകയാണ്. The rich man knew that he could not go back and remind them about their life and things to happen. He's asking, send someone else. അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവിൽ വലിയൊരു പിളർപ്പുണ്ട്, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ കഴിയില്ല, ഇവിടെ യാതൊരു കാര്യം ഇവിടെ നടക്കുകയില്ല, അതുകൊണ്ട് നീ നിന്റെ ആയുസ്സിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കുന്നു, ലാസർ ചെയ്തതിന്റെ അവൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. So that parable is concluded by these words, and besides all this, between us and you there's a great chasm that has been fixed, so that those who want to go from here to you cannot, nor can anyone cross over from there to us. അപ്പോൾ മരിച്ചു പോകുന്നവരുടെ ആത്മാക്കൾ എത്തുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് ഇനിയും അന്ത്യന്യായ വിധി വരെ യാതൊരു വിധമായ തരത്തിലും ഭൂമിയോട് തിരിച്ചു വന്ന് ബന്ധപ്പെടുവാനോ ബന്ധം സ്ഥാപിക്കുവാനോ യാതൊരു കഴിവും അവർക്കില്ല, അതിന് അനുവദിച്ചിട്ടില്ല. അവരെ ആക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അവരെത്തിച്ചേരുകയാണ്. Till the last judgment is over, those who are dead cannot come back, but they have to wait there. യേശുക്രിസ്തു മരിച്ച ശേഷം പാതാളത്തിലേക്ക് പോയി മരിച്ചവരോട് സുവിശേഷം അറിയിച്ചുവെന്ന് നാം വായിക്കുന്നുണ്ട്. We also read that Jesus Christ, after his death, had gone down into the deepest place, into hell, and proclaimed the gospel to them. യേശുക്രിസ്തു
യേശുക്രിസ്തുവോടൊപ്പം സുവിശേഷം അറിയിച്ചത് പാതാളത്തിലുള്ളവരെ ഉള്ള ദുഷ്ടന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല. യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ചു എന്നുള്ള വലിയ ഡിക്ലറേഷൻ അവിടെ ആയിരിക്കുന്ന വിശുദ്ധന്മാരെ അറിയിക്കുകയും അവരെ അറിയിച്ചത് മറ്റുള്ള ദുഷ്ടന്മാരും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ വിശുദ്ധന്മാരെ ആ വിവരം അറിയിക്കുകയും അവരെ കൊണ്ട് ഉയരത്തിലേക്ക് പോയി സ്വർഗത്തിൽ അവരെ പരദീസായിൽ ഇരുത്തുവാൻ വേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ ഒരു ഡിക്ലറേഷൻ ആയിരുന്നു അത്. And we read from the scriptures that Jesus has declared that he had gone into hell to proclaim the gospel, but it was not to save those people who were in that condition, but rather it was to make a proclamation to those who were in the hell, especially to the righteous, that he has overcome death. അവിടെയാണ് ക്രൂശിൽ കിടക്കുന്ന കള്ളനോട് കർത്താവ് ഇന്ന് നീ എന്നാരുടെ കൂടെ പർദീസായിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ ക്രൂശിന്മേൽ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച ആ കള്ളൻ മുതലുള്ള സകല വിശുദ്ധന്മാരെയും കൊണ്ട് യേശുക്രിസ്തു ഉയരങ്ങളിലേക്ക് കയറി അവിടെ സ്വർഗീയമായ പർദീസായിൽ അവരെ ആക്കി. ഇപ്പോൾ ഈ അണ്ടർവേൾഡിലുള്ള ഷിയോൾ എന്ന് പറയുന്ന സ്ഥലത്തെ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ വേക്കന്റ് ആയി കിടക്കുകയും ആ ഷിയോൾ എന്ന് പറയുന്ന യാതന സ്ഥലത്ത് ബാക്കി മരിക്കുന്ന എല്ലാ ദുഷ്ടന്മാരും അവിടെ എത്തുന്നു. ഇപ്പോൾ മരിക്കുന്ന വിശുദ്ധന്മാർ സ്വർഗത്തിൽ പരദീസായിൽ എത്തുന്നു. അവിടെയാണ് അങ്ങനെ രണ്ട് സ്ഥലത്തേക്കാണ് ആത്മാക്കൾ പോകുന്നത് എന്ന് ദൈവവചനം കൃത്യമായി പഠിപ്പിക്കുന്നു. The Bible clearly teaches us that ever since Jesus went to heaven, and he also took along with him the thief who asked Jesus to remember him when he gets into paradise. So he took that thief along with the others that he brought from Sheol, and together he took them into a place called paradise. Therefore now the bosom of Abraham is lying empty with no one being with him. എന്നാൽ മറ്റേ കമ്പാർട്ട്മെന്റ് ഇപ്പോഴും ദുഷ്ടന്മാരായ ആത്മാക്കൾ അവിടെയാണ് ചെന്ന് ചേരുന്നത്. However, the other compartment, which is the place of torment, is still being filled with the evil people. അത് നരകമല്ല, പക്ഷേ അതൊരു ടെമ്പററി യാതനാ സ്ഥലമാണ്. ഇനി അന്ത്യന്യായവിധിയിൽ അവിടുന്ന് അവർക്കൊരു മോചനമുണ്ടായി. ഓരോരുത്തരും വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടാകും. ആ സമയത്ത് ഷിയോളിൽ നിന്ന് ഈ ദുഷ്ടന്മാരുടെ ആത്മാക്കൾക്ക് മോചനം ഉണ്ടാകുകയും അവർക്ക് ന്യായവിധി ഉണ്ടാകുകയും ചെയ്യും എന്ന് പഠിപ്പിക്കുന്നു. And till the last judgment, the evil people, the unrighteous people are still there in that temporary place, which is a place of suffering. But that is not hell. But after the last judgment, they will go and they will be judged according to their deeds. ഒരു വ്യക്തി മരിക്കുന്നതിലൂടെ തന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് മാറുന്നതിലൂടെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ അവന്റെ സ്വർഗവും നരകവും തൽക്ഷണം ആരംഭിക്കുകയാണ് എന്നുള്ള വസ്തുത ഇന്ന് രാത്രി നാം മനസ്സിലാക്കിക്കൊള്ളണം. Tonight I want all of you to understand that when you leave this human body and the natural world, your life into hell or heaven has begun. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഈ വചനങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ, നമ്മുടെ പ്രിയ അച്ചായൻ CK തോമസ് പാസ്റ്റർ നിശ്ചയമായും പർദീസായിൽ ദൈവത്തിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിത പ്രവർത്തനങ്ങൾ അത് തെളിയിക്കുന്നു. നാം അതിന് സാക്ഷികളാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പർദീസായിൽ ഇപ്പോൾ സന്തോഷമായി വിശ്രമിക്കുന്നു എന്നുള്ള വസ്തുതയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God that our brother Pastor CK Thomas is in paradise, because we know that his life was a testimony that we can attest to. Therefore we know that he is in paradise with God. എന്നാൽ ഈ രണ്ടവസ്ഥയിലേക്ക് മരിക്കുന്ന എല്ലാവരും രണ്ട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ അവർ ആക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അടുത്ത ഒരു ഉയർപ്പിന് വേണ്ടി, അടുത്ത ഒരു സ്റ്റേജിന് വേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. But we know that these people are waiting for another resurrection, for another stage, to enter into another stage from where they are at this time. ഞാൻ ഈ പറഞ്ഞ രണ്ട് പർദീസായും ഷിയോളും ഇപ്പോൾ ആയിരിക്കുന്ന രണ്ട് സ്ഥലവും ആത്മലോകത്തിലുള്ള സ്പിരിച്വൽ വേൾഡിലുള്ള രണ്ട് സ്ഥലങ്ങളാണ്. And so now we can understand this as Sheol and paradise, and these are two places in the spiritual world. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളോട്, അനാത്മീയരായ ആളുകളോട്, ലൗകിക മനുഷ്യരോട് ഇങ്ങനെ സ്പിരിച്വൽ വേൾഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല. അവർക്കത് അന്ധവിശ്വാസമായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം അറിയാവുന്ന, ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും. ആത്മലോകവും ഭൗമലോകവും ഉണ്ട്. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഭൗമലോകത്തിലാണ്. ഈ ഭൗമലോകത്തിലായിരിക്കുമ്പോൾ നാം എങ്ങനെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, നാം ഈ ഭൗമലോകത്തിലായിരിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിനടുത്ത ഒരു ന്യായവിധിക്ക് വേണ്ടി ആത്മലോകത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടും. അത് സത്യമാണ്. When we tell the worldly people about the natural world and the spiritual world, it's hard for them to understand or accept, and they will not do it. But it is a truth
that once we end our life in this natural world, we will go into the spiritual world. ആ